തൃശൂർ ജില്ലയിലെ തീരദേശത്തെ 9 പഞ്ചായത്തുകൾ പൈപ്പ് ലൈൻ വഴിയോ ടാങ്കർ ലോറി മുഖേനയോ കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്കയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് റോഡ് വക്കിൽ ഒരു സ്റ്റേജ് കെട്ടിയത്. അപ്പോഴേക്കും കോടതിയിൽ പോയി, അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലയിലെ തീരദേശത്തെ മതിലകം മുതൽ വടക്കോട്ടെങ്ങണ്ടിയൂർ വരെയുള്ള 9 പഞ്ചായത്തുകൾ പൈപ്പ് ലൈൻ വഴിയോ ടാങ്കർ ലോറി മുഖേനയോ കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഈ പഞ്ചായത്തിലെ സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്കയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PACD മാസ്റ്റർ KA ധർമ്മരാജൻ, അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായ ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇവ നടപ്പാക്കാനും ഇടക്കാല വിധിയിലൂടെ കളക്ടറെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇവയിൽ വീഴ്ച വന്നാൽ ഉത്തരവിന്റെ ലംഘനമായി കരുതുമെന്ന് വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2023 ഡിസംബറിലാണ് ഈ ഹർജിയിലെ ആദ്യ ഇടക്കാല ഉത്തരവായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ഗോതുരുത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ വർക്ക് പൂർത്തിയാകുന്നതുവരെ SN പുരം പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം നൽകണമെന്നുള്ള കോടതി ഉത്തരവ് പ്രകാരം വെള്ളം നൽകി വരുന്നുണ്ട്. 2023 കുടിവെള്ളം കൊടുക്കുവാനുള്ള ഇടക്കാല ഉത്തരവ് മറ്റ് 9 പഞ്ചായത്തുകൾ ആയ മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, തളിക്കുളം, എടത്തിരുത്തി, വലപ്പാട്, നാട്ടിക, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിലേക്ക് കൂടി ബാധകമാക്കിയാണ് ചീഫ് ജഡ്ജസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ പുതിയ ഉത്തരവ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 7ഓടെ കണ്ണങ്കുഴി വടാട്ടുപാറ വനത്തിലായിരുന്നു സംഭവം. മരിച്ച സത്യനെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച ചന്ദ്രമണിയുടെ ഭാര്യ മായയ്ക്ക് കഴുത്തിൽ വെട്ടേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ കുറച്ചുനാളായി കണ്ണങ്കുഴി വടാട്ടുപാറ വനത്തിൽ കുടിൽ കെട്ടി താമസിച്ചു വരികയായിരുന്നു. മദ്യലഹരിയിലുണ്ടായ തർക്കം വാക്കേറ്റത്തിലും പിന്നീട് കയ്യാങ്കളിയിലും എത്തി. ഇതിനിടെ ചന്ദ്രമണി വെട്ടുകത്തിയെടുത്ത് സത്യനെ കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച സത്യന്റെ ഭാര്യ ലീലയാണ് കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി സംഭവം അറിയിച്ചത്. തുടർന്ന് വനപാലകരും പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റ മായയെ ആശുപത്രിയിലെത്തിച്ചു. സത്യന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുന്നംകുളം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് റോഡ് വക്കിൽ ഒരു സ്റ്റേജ് കെട്ടിയത്. അപ്പോഴേക്കും കോടതിയിൽ പോയി, അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ട് റോഡ് വക്കത്ത് ഒരു സ്റ്റേജ് കെട്ടി. അതിന്റെ പേരിൽ കേസെടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി, അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണം? ഇവരെല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോയാൽ പോരെ? പണ്ടൊക്കെ നമ്മൾ നടന്നു പോകാറില്ലേ? ഇത്ര വലിയ കാറ് വേണോ? ചെറിയ കാറിൽ പോയാൽ പോരെ? 25 കാർ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആള് കിടക്കുന്നു എന്നാണ്. ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. അമ്മായിമ്മനെ കാണാൻ പോകാണ്. വർത്താനം പറയാനും സല്ലപിക്കാനുമാണ് പലരും പോകുന്നത്. അത്യാവശ്യക്കാർ കുറവായിരിക്കും. കാറിൽ പോകുന്നതിന് ഞാൻ എതിരല്ല. എന്നാൽ പാവപ്പെട്ടവന് സമ്മേളനം നടത്താനും കുറച്ച് സ്ഥലം അനുവദിച്ചു തരണമെന്ന് കുന്നംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനത്തിൽ വിജയരാഘവൻ പറഞ്ഞു. ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോൾ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ.
മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറൊക്കെ എടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കാൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമ കുത്തിക്കണ്ട. സുനാമി ദുരന്തത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എറിയാട് മുനയ്ക്കൽ ബീച്ചിൽ ഒരുക്കിയ മോക്ക് ഡ്രിൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തന പരിശീലനമായി. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായി വന്ന സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് തീരം ശാന്തമായി. ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള ആശയവിനിമയത്തിന്റെ കൃത്യത ഉറപ്പുവരുത്താനായാണ് ദുരന്ത പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ സുനാമി മുന്നറിയിപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയെല്ലാമാണ് ആശയവിനിമയം സാധ്യമാകുക എന്നതാണ് മോക്ക് ഡ്രില്ലിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ 2004 നാശം വിതച്ച സുനാമിക്ക് 20 വർഷം തികയുന്ന വേളയിൽ ദുരന്തമുഖങ്ങളെ മനം വിറയ്ക്കാതെ നേരിടാൻ തീരത്തെ സജ്ജമാക്കുകയാണ് പരിശീലനത്തിലൂടെ ഉദ്ദേശിച്ചത്. രാവിലെ 10 മണിയുടെ സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തോടെയാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന മോക്ക് ഡ്രില്ലിൽ ദുരന്തത്തിൽ പെട്ടവരെ രക്ഷിക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതരമായ അപകടം വന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമെല്ലാം കൃത്യതയോടെ അവതരിപ്പിച്ചു. ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു രക്ഷാദൗത്യം. ദുരന്തത്തിന്റെ തീവ്രത എന്താണെന്നും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി നൽകാനാണ് മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിട്ടത്. കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, കടലോര ജാഗ്രതാ സമിതി, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, മെഡിക്കൽ ടീം, മത്സ്യത്തൊഴിലാളികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം നടത്തിയത്. സുനാമി അടിയന്തര സാഹചര്യങ്ങളിൽ ജീവന്റെയും സ്വത്തിന്റെയും നാശനഷ്ടങ്ങൾ കുറയ്ക്കുക, സമൂഹത്തിന്റെ തയ്യാറെടുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ ഘടനാപരവും വ്യവസ്ഥാപിതവുമായ സമീപനം ഉറപ്പാക്കുക എന്നിവയായിരുന്നു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ET ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭയിലെത്തുന്നവർക്ക് അപേക്ഷകളും പരാതികളും നൽകാനുള്ള സംവിധാനം ഇല്ലാതായെന്ന് പരാതി. അപേക്ഷകൾ നൽകാനെത്തുന്നവരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടുകയാണ് നഗരസഭാ ജീവനക്കാർ. ഇത് വൃദ്ധരും വികലാംഗരുമായവർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. ചാലക്കുടി നഗരസഭയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഹെൽപ്പ് ഡെസ്ക്. ഈ ഹെൽപ്പ് ഡെസ്കിൽ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിലും ഹെൽപ്പില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കും, ചാലക്കുടി നഗരസഭയിൽ ഓരോ ദിവസവും 100 കണക്കിന് പേരെത്തുന്നത്. വിവിധ പരാതികൾ കൊടുക്കാൻ വേണ്ടി, അപേക്ഷ കൊടുക്കാൻ വേണ്ടി എത്തുന്നത് നിരവധി പേരാണ്. അപ്പോൾ ആ പരാതിയായിട്ട് വന്നവർക്ക് പരാതി കൊടുക്കാൻ സംവിധാനമില്ല. അവർ അക്ഷയയിലേക്ക് പോകണം. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ വന്ന് ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വീണ്ടും ഇവിടെ നിന്ന് മടങ്ങിപ്പോണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു നഗരസഭകളിലും ഒരു പഞ്ചായത്തുകളിലും ഇല്ലാത്ത സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് പലവട്ടം നമ്മളിവിടെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതേവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഏകദേശം 3 മാസത്തിലധികമായി ഈ ഒരു സംവിധാനം ഇല്ലാതെ ജനങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചാലക്കുടി നഗരസഭ കൗൺസിലറാണ്. ഒരു പരാതി നൽകാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിനായി പഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാൻ ത്രിപുര സംസ്ഥാനത്തിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ കേന്ദ്ര സംഘം മതിലകം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെയും കിലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ISO സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച ദേശീയ ശില്പശാലയുടെ ഭാഗമായാണ് സന്ദർശനം. വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ എന്നിവരടങ്ങിയ 30 പേരുടെ സംഘമാണ് പഞ്ചായത്തിലെത്തിയത്. കില ISO ജില്ലാ കോർഡിനേറ്റർ ശ്രീനേഷിയുടെ നേതൃത്വത്തിലാണ് പഠന സംഘം സന്ദർശനം നടത്തിയത്. ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജന സാധ്യതകൾ, മാതൃകാ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വീഡിയോ ഡോക്യുമെന്റേഷൻ സംഘത്തിന് മുമ്പാകെ പ്രദർശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ റെക്കോർഡ് റൂം, ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ് എന്നിവ സന്ദർശിച്ച സംഘം
പഞ്ചായത്തിന്റെ പ്രവർത്തന മികവിൽ തികഞ്ഞ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സെക്രട്ടറി KS രാമദാസ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം, IIC, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജൈവവൈവിധ്യ, പരിസ്ഥിതി, സുസ്ഥിര കൃഷി എന്നിവയുടെ സമഞ്ജസ സമ്മേളനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ ഹാക്കറ്റ് പ്രൊഫസറും UMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ഡയറക്ടറുമായ പ്രൊഫസർ കടമ്പോട്ട് HM സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. I think which you have. Equally important, you should have the outstanding students. If there is no good students, high quality students, no matter whatever the principal does, it's not going to achieve. The third aspect is you need to have the right infrastructure. Infrastructure, I mean the rooms like this. You got an LED screen. Many places I go, they don't have even an LED screen, and it means my seminar or my talk will become bleached out. Not really, it doesn't. You need to have good laboratories. You need to have good recreation facilities. You need to have good libraries. So that three combination will make a great university. You take greater universities, whether Oxford, Cambridge, or Yale, or any others, and I'll talk about my university later on. So that's most important. തുടർന്ന് ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാരത്തിനും ഭാവിയിലെ സ്മാർട്ട് വിളകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു KB, ഡോക്ടർ സിഞ്ചുമോൾ തോമസ്, ഡോക്ടർ ജിയോ ജോസഫ്, ഡോക്ടർ ധന്യ തോമസ് എന്നിവർ സംസാരിച്ചു. 25ഓളം അധ്യാപകരും ഗവേഷകരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കർഷക രോഷാഗ്നി പ്രകടനത്തിന്റെ ഭാഗമായി മാളയിൽ നടന്ന പ്രതിഷേധം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിന് പകരം കേരളത്തെ കളിയാക്കുന്നൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ 3 വാർഡുകളിലല്ലേ ദുരന്തമുണ്ടായി എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്നത്. 600ഓളം മനുഷ്യൻ മരിച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അവിടുത്തെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം അനുവദിക്കണം. അവിടെ മരണപ്പെട്ട ആളുകളുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ലോണുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടിയുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനത്തിൽ തമിഴ്നാട്ടിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ ബഹുമാനപ്പെട്ട കനിമൊഴി കേരളത്തിന് വേണ്ടി സംസാരിച്ചു. നമുക്കെല്ലാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപി MP കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രി. പക്ഷെ കേരളത്തെ കളിയാക്കുന്ന രീതിയിലാണ് പാർലമെൻറ്റിലിരുന്ന് അദ്ദേഹം ഒരു അംഗവിക്ഷേപം നടത്തിയത്. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും കണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ പകപോക്കലിനെതിരെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവനോപാധികളും കിടപ്പാടങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രോഷാഗ്നി പ്രകടനം സംഘടിപ്പിച്ചത്. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി സുരേഷ് കോച്ചേരി, മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ, CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു എന്നിവർ സംസാരിച്ചു. VM വത്സൻ, KV പ്രദീപ്, VS ഗോപാലകൃഷ്ണൻ, ബൈജു മണന്തറ, KK പരമു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഇന്ന് കേരളത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിലനിൽക്കുകയാണ്. ആ പ്രതിസന്ധി പരിഹരിച്ച് അതിശക്തമായി ആ ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് AITUCയുടെ നേതൃത്വത്തിലുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കേരളത്തിൽ ഈ സമരവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. 1990 കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് നിലവിൽ വരുന്നത്. നിലവിൽ വന്നതിന് ശേഷം സെസ് പിരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തൊഴിലാളികളുടെ അംശാദായം അടയ്ക്കുന്നുണ്ട്, മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ തൊഴിൽ വകുപ്പിനെയാണ് സെസ് പിരിക്കുന്നതിന് വേണ്ടി ഇത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ തൊഴിൽ വകുപ്പ് തെറ്റായ നടപടി സ്വീകരിച്ച് 10 കൊല്ലം മുൻപുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെസ് പിരിക്കാൻ തീരുമാനിച്ചത്.
പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വകുപ്പ് തയ്യാറായില്ല. കടുത്ത അനാസ്ഥയാണ് തൊഴിൽ വകുപ്പ് ഈ കാര്യത്തിൽ കാണിച്ചത്. പിന്നീട് AITC-യുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവും സമരവുമായി വന്നപ്പോഴാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനകത്ത് ഗ്രാമപഞ്ചായത്തുകൾ സെസ് പിരിക്കണം എന്ന് തീരുമാനിച്ചത്. പക്ഷെ അത് തന്നെ വേണ്ടത്ര രീതിയിൽ ഇപ്പൊ കേരളത്തിൽ നടപ്പിലായിട്ടില്ല. PK വിശ്വംഭരൻ, KB സുജിത് ലാൽ, TN വേണു, UV വാസുദേവൻ, സിദ്ദിഖ് തോട്ടുങ്ങൽ, CK സുരേന്ദ്രൻ, PS അഭിലാഷ്, AK സാമു, ഭാനു വിക്രമൻ, സനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിനെ സംരക്ഷിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെസ് പിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് റാന്തൽ വിളക്ക് കത്തിച്ച് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാണിയങ്കാവ് KSEB ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും ഇതൊരു കോൺഗ്രസ് സമരമല്ല, മറിച്ച് ഒരു ജനകീയ സമരമാണ്. തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഓട്ടോ ഡ്രൈവർ കടന്നു വരികയാണ്. വളരെ ബുദ്ധിമുട്ടി തന്റെ കുടുംബം ജീവിക്കുന്ന 2 മക്കളുള്ള ഭാര്യയുള്ള ഒരാൾ കടന്നു വന്നുകൊണ്ട് CPM-കാരനായ ഒരാൾ കടന്നു വന്ന് കോൺഗ്രസ്സുകാരൻ പ്രസംഗിക്കുമ്പോൾ കടന്നു വന്നിട്ട് പറയുന്നത്, ഒരു മാസത്തിൽ 2 മാസം വരുമ്പോൾ 2500 രൂപയാണ് ഞാൻ ബില്ലടയ്ക്കേണ്ട ഗതികേട് വരുന്നത്. എന്റെ വീട്ടിൽ എങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? സാധാരണക്കാരായുള്ള ആളുകളുടെ അഭിപ്രായം ഇതാണ്. ഈ മാർച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്. നമ്മൾ മാർച്ചിന്റെ പേര് പോലും റാന്തൽ മാർച്ച് എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് BA നദീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, ആന്റണി പയ്യപ്പിള്ളി, ശൈല പ്രകാശൻ, TS ഷാജി, ജിജോ അരിക്കാടൻ, അഡ്വക്കേറ്റ് VS അരുൺരാജ്, CK യുദ്ധി മാസ്റ്റർ, PS സുഭാഷ്, MK കാഞ്ചന, പ്രജീഷ് കളരിക്കൽ, PC ബാബു, സജിൻ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും കണ്ണു പരിശോധനയും സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സൈറ്റ് സേവേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിയാരം പഞ്ചായത്തിലെ ഡ്രൈവർമാർക്കു വേണ്ടി നേത്രപരിശോധനയും സൗജന്യ കണ്ണട വിതരണവും നടത്തി. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ സിനി ലോനപ്പൻ കണ്ണട വിതരണോദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ, ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ, ബിബിൻ വിജയൻ എന്നിവർ സംസാരിച്ചു. പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മഡോണ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ടോം മാളിയേക്കൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ ഭാരവാഹികൾ കുട്ടികൾക്ക് കേക്കും മിഠായിയും വിതരണം ചെയ്തു. ക്രിസ്തുമസ് ഗാനങ്ങളോടൊപ്പം ചുവടുവെച്ച് ആടിയും പാടിയും കുട്ടികളോടൊപ്പം അധ്യാപകരും ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. ബീന ഡേവിസ്, വർഗീസ് ചേനത്തുപറമ്പിൽ, PK കൊച്ചാപ്പു, TK ജോസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്ലോറി, സിസ്റ്റർ മരിയ, സിസ്റ്റർ ഫ്ലവർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി TKSM പുണ്യം സ്നേഹ പൂങ്കാവനം 1001 ഭവന പദ്ധതിയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി സ്നേഹകരുതൽ പദ്ധതി ഉദ്ഘാടനവും മെഗാ കരോളും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 20 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മെഗാ കരോൾ സൗത്ത് ജംഗ്ഷനിലെ ഉദ്ഘാടന വേദിയിലെത്തും. മെഗാ കരോൾ ഫാദർ ഡോക്ടർ ആൻഡോ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ജോസഫ് K മാത്യൂസ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് സുലേഖ സീതി, KJ ജോഫി, KJ ജോമി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ തീരദേശത്തെ 9 പഞ്ചായത്തുകൾ പൈപ്പ് ലൈൻ വഴിയോ ടാങ്കർ ലോറി മുഖേനയോ കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്കയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കുന്നംകുളം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് റോഡ് വക്കിൽ ഒരു സ്റ്റേജ് കെട്ടിയത്. അപ്പോഴേക്കും കോടതിയിൽ പോയി. അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.